നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വളരെ വ്യത്യസ്തവും കൗതുകകരവുമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേക ഊർജങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ജ്യോതിഷ വിശ്വാസങ്ങളിൽ പറയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ പേര് എന്നത് വെറും വിളിപ്പേര് മാത്രമല്ല. ആ പേര് ഉച്ചരിക്കപ്പെടുന്ന ഓരോ തവണയും അതിൻ്റെ ശബ്ദസ്പന്ദനവും ഊർജവും ആ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പല ജ്യോതിഷ പാരമ്പര്യങ്ങളും പറയുന്നത്. ഇന്ന് എ മുതൽ സെഡ് വരെയുള്ള ഓരോ ഇംഗ്ലീഷ് അക്ഷരത്തിലും ഈ മാസത്തിൽ കാണുന്ന ഭാഗ്യ സൂചനകളാണ് നോക്കുന്നത്. അതായത് നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഈ ഒരു ഓഗസ്റ്റ് മാസം 2026 നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമായിട്ട് നോക്കാം. വീഡിയോ അവസാനിക്കുന്നതുവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്ഷരത്തോടൊപ്പം കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അക്ഷരത്തെക്കുറിച്ചും അറിയാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏറ്റവും ആദ്യം തന്നെ എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ച് പറയാം. എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ശുഭകരമായ മാറ്റങ്ങളുടെ കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏറെ നാളുകളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം പൂവണിയാനുള്ള അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടാം. സാമ്പത്തികമായിട്ട് ചെറിയ പുരോഗതികൾ പ്രതീക്ഷിക്കാം. കുടുങ്ങിക്കിടന്ന പണം ലഭിക്കാനോ പുതിയ വരുമാന മാർഗം ലഭിക്കാനോ സാധ്യതകൾ തെളിഞ്ഞു വരും. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും സാധ്യതയുണ്ട്. ദൈവവിശ്വാസം കൈവിടാതെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് മനസ്സിന് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഇനി അടുത്തതായിട്ട് ബി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ബി എന്ന അക്ഷരക്കാർക്ക് ഈ മാസം ക്ഷമയും ആത്മവിശ്വാസവും ഏറ്റവും വലിയ ശക്തിയാകും. തടസ്സപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും മുന്നോട്ടു പോകാൻ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചാൽ മാസാവസാനം നേട്ടം അനുഭവിക്കാം. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കും. പഴയ തെറ്റിദ്ധാരണകൾ മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് മുന്നോട്ടു പോകുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. ഇനി അടുത്തതായിട്ട് സി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ച് പറയാം. സി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം പുതിയ തുടക്കങ്ങളുടെ മാസമായി കണക്കാക്കാം. പുതിയ ജോലി, പുതിയ ബിസിനസ് ആശയം അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ക്രമേണ വളർച്ച അനുഭവപ്പെടാം. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ നൽകിയാൽ കൂടുതൽ ഉന്മേഷം ലഭിക്കും. ഈ മാസം ലഭിക്കുന്ന അവസരങ്ങളെ അവഗണിക്കാതെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ഡി എന്ന അക്ഷരക്കാർക്ക് ഈ മാസം ധനകാര്യത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥ പരിശ്രമത്തിന് ഫലം ലഭിക്കുന്ന സമയമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. പുതിയ ആളുകളെ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ ലഭിക്കും. ദൈവസ്മരണയോടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് മനസ്സിന് കൂടുതൽ പോസിറ്റീവ് ഊർജം നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ഇ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ഇ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. മുടങ്ങിയിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അനുകൂല സാഹചര്യമുണ്ടാകാം. സാമ്പത്തികമായി പ്രതീക്ഷിക്കാത്ത ചെറിയ നേട്ടങ്ങളും ലഭിക്കാം. സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ ലഭിക്കുന്നതിനാൽ പല കാര്യങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. ഇനി അടുത്തതായിട്ട് എഫ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എഫ് എന്ന അക്ഷരക്കാർക്ക് ഈ മാസം ഭാഗ്യത്തിന്റെ പിന്തുണ കൂടുതൽ അനുഭവപ്പെടുന്ന സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജോലി, വിദ്യാഭ്യാസം, ബിസിനസ് എന്നിവയിൽ മുന്നേറ്റത്തിന് അവസരങ്ങൾ തെളിഞ്ഞു വരാം. ധനലാഭത്തിനുള്ള സാധ്യതകളും ശക്തമാണ്. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി ആലോചിച്ചിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാകാൻ വഴിയൊരുക്കാം. ഈ മാസം ലഭിക്കുന്ന ഓരോ അവസരവും ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുക. നല്ല ഫലങ്ങളിലേക്ക് അത് നിങ്ങളെ നയിക്കുമെന്നാണ് ജ്യോതിഷ വിശ്വാസങ്ങൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ജി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം.
ജി എന്ന അക്ഷരത്തിൽ പേര് ആരംഭിക്കുന്നവർക്ക് ഈ മാസം ഭാഗ്യത്തിന്റെ വാതിലുകൾ പതിയെ തുറക്കാൻ തുടങ്ങുന്ന സമയമായാണ് ജ്യോതിഷ വിശ്വാസങ്ങൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് നിങ്ങൾ നേരിട്ടിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും. ധനകാര്യത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന ഒരു പണമിടപാട് പൂർത്തിയാവുകയോ പ്രതീക്ഷിക്കാത്ത ഒരു വരുമാനം ലഭിക്കുകയോ ചെയ്യാം. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളിൽ നിന്ന് അഭിനന്ദനം ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള അവസരവും ലഭിച്ചേക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനം നടത്തുകയും ദൈവസ്മരണയിൽ സമയം ചിലവഴിക്കുകയും ചെയ്യുന്നത് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് എച്ച് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എച്ച് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം പുതിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്ന മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾ ഏറെക്കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തില് അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നേക്കാം. തൊഴിൽ മേഖലയിൽ മുന്നേറ്റം കാണാൻ കഴിയും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല വാർത്ത ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിവേകത്തോടെ മുന്നോട്ട് പോയാൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതിനാൽ മനസ്സിൽ സമാധാനം അനുഭവപ്പെടും. ഈ മാസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഭാവിയിൽ നല്ല ഫലങ്ങൾ നൽകുമെന്നാണ് ജ്യോതിഷ വിശ്വാസം. ഇനി അടുത്തതായിട്ട് ഐ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ച് പറയാം. ഐ എന്ന അക്ഷരത്തിൽ പേര് ആരംഭിക്കുന്നവർക്ക് ഈ മാസം ആത്മവിശ്വാസം ഉയരുന്ന സമയമാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ട്. ജോലിയിലും പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മികച്ച നേട്ടങ്ങൾ ലഭിക്കും. ധനലാഭത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായാലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണകരമായിരിക്കും. വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും വർദ്ധിക്കുമെന്ന സൂചനകളാണ് കാണുന്നത്. എല്ലാ ദിവസവും പ്രാർത്ഥനയോടെ ദിനം ആരംഭിക്കുന്നത് മനസ്സിന് കൂടുതൽ ശക്തി പകരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് ജെ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ജെ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് സഹായം ലഭിക്കാം. ധനകാര്യത്തിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കുകയും പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാധ്യതയുണ്ട്. തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ ഒഴിവാക്കി ആലോചിച്ച് പ്രവർത്തിച്ചാൽ ഈ മാസം കൂടുതൽ അനുകൂല ഫലങ്ങൾ ലഭിക്കും. ഇനി അടുത്തതായിട്ട് കെ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. കെ എന്ന അക്ഷരത്തിൽ പേര് ആരംഭിക്കുന്നവർക്ക് ഈ മാസം ജ്യോതിഷ വിശ്വാസ പ്രകാരം വളരെ അനുകൂലമായ സമയമാണ്. ധനലാഭത്തിനും തൊഴിൽ പുരോഗതിക്കും ശക്തമായ സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിച്ചേക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ ചടങ്ങുകൾ നടക്കാനോ നല്ല വാർത്തകൾ കേൾക്കാനോ സാധ്യതയുണ്ട്. ദൈവവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് മാനസികമായ ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്ന മാസമായിരിക്കും ഇത്. എൽ എന്ന അക്ഷരത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. എൽ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ഭാഗ്യത്തിന്റെ പിന്തുണ കൂടുതൽ അനുഭവപ്പെടുന്ന സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുത്തെത്തും. സാമ്പത്തികമായി പുരോഗതിയും തൊഴിൽ മേഖലയിൽ അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. പുതിയ സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും ജീവിതത്തിൽ ഗുണകരമാകാം. ഈ മാസം ലഭിക്കുന്ന ഓരോ അവസരവും ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുക. ജ്യോതിഷ വിശ്വാസ പ്രകാരം ഈ മാസം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ശക്തമാണ്. ഇനി അടുത്തതായിട്ട് എം എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എം എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ഏറെ നാളായി കാത്തിരുന്ന മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമായാണ് ജ്യോതിഷ വിശ്വാസങ്ങൾ പറയുന്നത്. നിങ്ങൾ നടത്തിയ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് ക്രമേണ ഫലം ലഭിച്ചു തുടങ്ങും. സാമ്പത്തികമായി പുതിയ വരുമാന സാധ്യതകൾ തെളിഞ്ഞു വരാം. ജോലിയുള്ളവർക്ക് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമെങ്കിലും അതോടൊപ്പം അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം എടുത്ത തീരുമാനങ്ങളിൽ ക്ഷമയും വിവേകവും പുലർത്തുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. ഇനി അടുത്തതായിട്ട് എൻ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എൻ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ഭാഗ്യത്തിന്റെ പിന്തുണ വർദ്ധിക്കുന്ന കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.
നിങ്ങളുടെ മനസ്സിൽ ഏറെ നാളായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സഫലമാകാനുള്ള അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടാം. ധനകാര്യത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം. കുടുംബാംഗങ്ങളുടെ പിന്തുണയും സ്നേഹവും നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കും. ദൈവസ്മരണയോടെ ദിവസങ്ങൾ ആരംഭിക്കുന്നത് മനസ്സിന് കൂടുതൽ സമാധാനം നൽകും എന്നതാണ് വിശ്വാസം. ഇനി അടുത്തതായിട്ട് ഒ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ഒ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ശുഭഫലങ്ങൾ നിറഞ്ഞ സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മുടങ്ങിക്കിടന്ന കാര്യങ്ങളിൽ അനുകൂലമായ മുന്നേറ്റം ഉണ്ടാകാം. സാമ്പത്തികമായി ക്രമേണ പുരോഗതി അനുഭവപ്പെടുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. പി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ധനകാര്യത്തിലും തൊഴിൽ രംഗത്തും ശുഭകരമായ സൂചനകളാണ് കാണുന്നത്. കഴിഞ്ഞ കാലത്ത് നേരിട്ട ചില തടസ്സങ്ങൾ മാറി തുടങ്ങും. പുതിയ ആളുകളുമായിട്ടുണ്ടാകുന്ന പരിചയങ്ങൾ ഭാവിയിൽ വലിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ നൽകിയാൽ കൂടുതൽ ഉന്മേഷത്തോടെ മുന്നോട്ടു പോകാൻ കഴിയും. ജ്യോതിഷ വിശ്വാസപ്രകാരം ഈ മാസം നിങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങൾ നല്ല ഫലങ്ങളിലേക്ക് നയിക്കാനിടയുണ്ട്. ഇനി അടുത്തതായിട്ട് ക്യു എന്ന അക്ഷരത്തെക്കുറിച്ച് പറയാം. ക്യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ കുറവായിരിക്കാം. എന്നാൽ ഈ അക്ഷരക്കാർക്ക് ഈ മാസം പ്രത്യേക ഭാഗ്യ സൂചനകളുള്ള സമയമായാണ് ജ്യോതിഷ വിശ്വാസങ്ങൾ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ധനകാര്യത്തിൽ ക്രമേണ സ്ഥിരത കൈവരും. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും. ഈ മാസം ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ മുന്നോട്ടു പോയാൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകൾ ശക്തമാണ്. ഇനി അടുത്തതായിട്ട് ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ഏറെ അനുകൂലമായിട്ടുള്ള സമയമായാണ് കണക്കാക്കപ്പെടുന്നത്. ജ്യോതിഷ വിശ്വാസപ്രകാരം ധനലാഭത്തിനും തൊഴിൽ മുന്നേറ്റത്തിനും അനുകൂലമായ യോഗങ്ങൾ ശക്തമാകാം. മുടങ്ങിക്കിടന്ന ഒരു കാര്യം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പൂർത്തിയാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് കാരണമാകാം. ഈ മാസം ലഭിക്കുന്ന ഓരോ അവസരവും ആത്മവിശ്വാസത്തോടെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്ഥിരതയും പരിശ്രമവും നല്ല ഫലങ്ങളിലേക്ക് നയിക്കുമെന്നാണ് ജ്യോതിഷ വിശ്വാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരം എസ് ആണെങ്കിലുള്ള ഫലത്തിലേക്ക് കടക്കാം. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ജ്യോതിഷ വിശ്വാസപ്രകാരം വളരെ അനുകൂലമായ സമയമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മനസ്സിൽ അലട്ടിയിരുന്ന ചില ആശങ്കകൾക്ക് പരിഹാരം കാണാൻ തുടങ്ങും. ധനകാര്യത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാനോ മുടങ്ങിക്കിടന്ന പണം ലഭിക്കാനോ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ അംഗീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാനോ ഐക്യം വർദ്ധിക്കാനോ സാധ്യതയുണ്ട്. ഈ മാസം ദൈവവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോകുന്നത് ഗുണകരമായി കണക്കാക്കപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് ടി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ടി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം മുന്നേറ്റത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും സമയമാണ്. നിങ്ങൾ ആരംഭിക്കുന്ന പുതിയ പ്രവർത്തനങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടാം. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ഒന്നിച്ച് വലിയ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം, പുതിയ ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കാനുള്ള അവസരങ്ങൾ എന്നിവ തെളിഞ്ഞു വരാം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്ന മാസമായിരിക്കും. ഇനി അടുത്തതായിട്ട് യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം പ്രതീക്ഷകൾ സഫലമാകാൻ സാധ്യതയുള്ള സമയമായിട്ടാണ് ജ്യോതിഷ വിശ്വാസങ്ങൾ പറയുന്നത്. ദീർഘകാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന അവസരങ്ങൾ വന്നേക്കാം. ധനകാര്യത്തിൽ സ്ഥിരത കൈവരിക്കാനും അനാവശ്യ ചിലവുകൾ കുറയാനും സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇനി അടുത്തതായിട്ട് വി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം.
വി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ശുഭസൂചനകൾ കൂടുതലായി കാണപ്പെടുന്നു. ധനലാഭം, തൊഴിൽ മുന്നേറ്റം, കുടുംബ സന്തോഷം എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മുൻപ് ചെയ്ത പരിശ്രമങ്ങൾക്ക് ഫലം ലഭിച്ചു തുടങ്ങുന്ന സമയമായിരിക്കും ഇത്. ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും മനസ്സിന് കൂടുതൽ ആത്മവിശ്വാസം നൽകും എന്നതാണ്. ഇനി അടുത്തതായിട്ട് ഡബ്ല്യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ഡബ്ല്യു എന്ന അക്ഷരക്കാർക്ക് ഈ മാസം പുതിയ അവസരങ്ങളുടെ മാസമാണ്. ജോലിയിലും ബിസിനസ്സിലും പുതിയ ബന്ധങ്ങൾ ഗുണകരമാകാം. സാമ്പത്തികമായി ചെറിയ പുരോഗതികൾ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കാം. കുടുംബാംഗങ്ങളുടെ പിന്തുണയും സ്നേഹവും നിങ്ങളെ കൂടുതൽ ശക്തരാക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ക്ഷമ പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ഇനി അടുത്തതായിട്ട് എക്സ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എക്സ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും ജ്യോതിഷ വിശ്വാസ പ്രകാരം ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുടങ്ങിയിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാം. ധനകാര്യത്തിൽ പ്രതീക്ഷ നൽകുന്ന പുരോഗതി ഉണ്ടാകാം. പുതിയ അവസരങ്ങൾ സ്വീകരിക്കാൻ മടിക്കരുത്. ആത്മവിശ്വാസമാണ് ഈ മാസത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വൈ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. വൈ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ഭാഗ്യത്തിന്റെ പിന്തുണ അനുഭവപ്പെടുന്ന സമയമാണ്. ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ നല്ല വാർത്ത ലഭിക്കാം. തൊഴിൽ മേഖലയിലും പഠനരംഗത്തും മുന്നേറ്റത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകാം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും മനസ്സിൽ സന്തോഷം നിറയുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്നു. ഇനി അവസാനമായിട്ട് സെഡ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. സെഡ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ മാസം ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ നൽകുന്ന സമയമാണ്. ധനകാര്യത്തിൽ മെച്ചപ്പെട്ട സാഹചര്യം രൂപപ്പെടാം. ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യം അനുകൂലമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ചാൽ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരത്തെ അടിസ്ഥാനമാക്കി ഈ ഒരു ഓഗസ്റ്റ് 2026 നിങ്ങൾക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വരുന്നത്, എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.